ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും എന്നുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്ന് ഞാൻ വിചാരിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ അമേരിക്കയിലാണ് ഇപ്പം ഉള്ളതെന്ന്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിത അനുഭവങ്ങൾ, ഞാൻ അമേരിക്കയ്ക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ ഹോണസ്റ്റ് എക്സ്പീരിയൻസും എങ്ങനെയാണ് ആസ് ആൻ ഇന്ത്യൻ ഫാമിലി ഞാൻ ഇവിടെ ജീവിക്കുന്നതെന്നും എൻ്റെ ഒരു ഹോണസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുവാണ്. സോ ലെറ്റ്സ് ബിഗിൻ അവർ. സോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യമായിട്ട് USA വന്നപ്പം ആരും എനിക്ക് പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതും എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ത്രൂ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇവിടെ എല്ലാം സ്കെഡ്യൂൾഡാണ്. എല്ലാ അപ്പോയിൻമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും സ്കെഡ്യൂൾഡാണ്. സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, ഈവൻ നമുക്കിപ്പോൾ ആരെങ്കിലും ഫ്രണ്ടിനെ ഒന്ന് കാണണം, അതായത് ഒരു ഫ്രണ്ട്സിനെ വല്ലവരെയും കാണണം, അതിനും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതായത് നമ്മുടെ പേരൻസിനെ കാണണം. ഇവിടെ ആണെങ്കിലും മിക്കപ്പോഴും നിങ്ങൾക്കറിയാലോ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വേറൊരു ഒരുമിച്ചല്ല, പേരൻസും പിള്ളേരും എല്ലാം ഒരുമിച്ചല്ല താമസിക്കുന്നത്. സോ അവർ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ റെൻറ്റിന് പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. അപ്പം നമുക്കിപ്പോൾ ഒന്ന് പേരൻസിനെ കാണണം, നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് ഓടിപ്പോയി പേരൻസിനെ കാണാം, നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട. ഇവിടെ ആണെങ്കിൽ എല്ലാത്തിനും അപ്പോയിൻമെൻ്റ് എടുക്കണം. ഈവൻ ഫോർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, നമ്മളിപ്പോൾ ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റിന് പോവാമെന്ന് വിചാരിക്കുക, നമ്മൾ ഒരു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോക്ടറിനെ കാണാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ആദ്യം എനിക്ക് ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നേടുന്ന ആദ്യത്തെ ഒരു കാര്യമാണ്, എവരിത്തിങ് ഈസ് സ്കെഡ്യൂൾഡ് ഹിയർ. സോ രണ്ടാമതായിട്ട് ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യണം. എവരിത്തിങ് വി നീഡ് ടു ഡു ബൈ അവർ സെൽഫ്. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും സ്നോ റിമൂവൽ ആണെങ്കിലും എല്ലാം ഇവിടെ ആരെയും ഹെൽപ്പിന് വെക്കാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതായത് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതൊരു ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ അമ്മയുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ അപ്പനുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു ഫുഡ് വേണമെങ്കിൽ അമ്മേ അതൊന്നും ഉണ്ടാക്കിക്കേ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ആരും നമ്മുടെ കൂടത്തിൽ വന്ന് നമുക്ക് ഒന്നും ചെയ്തു തരത്തില്ല. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞത്, ഇവിടെ ലൈഫ് ഭയങ്കര ബിസിയാണ്. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതായത് ജോലി, പിന്നെ ഇപ്പോൾ പിള്ളേരുള്ളവർക്ക് പിള്ളേരുടെ കാര്യങ്ങൾ, പിന്നെ ജോലിയുള്ളവർക്ക് വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും ബിസിയാണ്. ആ ഓട്ടത്തിനിടയ്ക്ക് പരസ്പരം ചില സമയത്ത് വിചാരിക്കും, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുക, അപ്പം പലർക്കും പല രീതിയിലായിരിക്കും സ്കെഡ്യൂൾ. എനിക്കിപ്പോൾ മോർണിംഗ് ആണെങ്കിൽ ചിലപ്പം എൻ്റെ ഹസ്ബൻഡിന് ഈവനിങ് ആയിരിക്കും, എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ രാത്രിയിലായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തന്നെ സമയമില്ല. വല്ലപ്പോഴും ആയിരിക്കും, ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നവർ പോലും വല്ലപ്പോഴും ആയിരിക്കും കാണുന്നത്. കാരണം നമ്മുടെയൊക്കെ ജോലി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുപോലെ തന്നെ അപ്പോൾ എല്ലാം സ്കെഡ്യൂൾഡ് ആയിരിക്കും ഓൾറെഡി. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ നമ്മൾ കാണാൻ തന്നെ പരസ്പരം നമ്മളങ്ങനെ മിണ്ടുന്നത് ചുരുക്കമായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ വന്നുകൊണ്ട് നമുക്ക് പൈസയും കാര്യങ്ങളും, നമുക്ക് ചെയ്യുന്ന ജോലിക്ക് പൈസയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മളെ അത് ഭയങ്കര ലോൺലിയും സ്ട്രെസ്ഫുള്ളും ആക്കാറുണ്ട്. ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ കാര്യവും കൺവീനിയൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. നമ്മളിപ്പം കൺവീനിയൻ്റ് ആണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഡെലിവറി സർവീസസ്, ഫുഡ് സർവീസസ്, ഹോസ്പിറ്റൽ സർവീസസ് ഒക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന ബില്ലും കാര്യങ്ങളും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. പറയാൻ ഉദ്ദേശിച്ചത്, കൺവീനിയൻറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. അതായത് ഫുഡ് സർവീസസ്, കിഡ്സ് ആക്ടിവിറ്റി, എല്ലാത്തിനും ഒരു കോസ്റ്റും ഉണ്ടല്ലോ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റീസ് എവരിവെയറും ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരാം. നമുക്ക് ഒരു പുതിയ സ്കിൽസ് പഠിക്കണമെങ്കിൽ ഇവിടെ അതിവിടെ വന്നു കഴിഞ്ഞാൽ സാധിക്കും. സോ ഇവിടെ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മളെ ലോൺലിയും സ്ട്രെസ്ഫുള്ളും ആക്കും. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക്
നമ്മൾ പുറത്ത് നിൽക്കുമ്പം ഓർക്കും, നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഓർക്കും പുറത്തെ ജീവിതം വളരെ രസമാണ്. പക്ഷേ പുറത്തുള്ള ജീവിതം എന്ന് വെച്ചാൽ അത്ര രസകരമൊന്നുമല്ല. പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ ജീവിക്കുക തന്നെയാണ് ഏറ്റവും ഹാപ്പിയും ഏറ്റവും കൺവീനിയൻ്റ് എന്ന് ഞാൻ പറയുന്നത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.